ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഉണ്ടാക്കിയ രവീന്ദ്രനാഥ ടാഗോർ നിർമ്മിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ബോൽപൂർ ശാന്തിനികേതൻ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയുടെ ഇടയ്ക്ക് വെച്ച് 2-3 പേര് ഈ കാണുന്ന ലോക്കൽ ഫുഡുമായിട്ട് അകത്തേക്ക് കയറി. ജൽമുറി എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാനുള്ള അരി കൊണ്ടുണ്ടാക്കുന്ന പൊരി ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മെയിൻ സാധനം. ആ പൊരിയിൽ കുറെ ഉള്ളി കുക്കുംബറൊക്കെ അരിഞ്ഞിട്ട് അതിന്റെ മേളിൽ കുറെ മസാല കൂട്ടുകളൊക്കെ, നല്ല സ്പൈസി മസാല കൂട്ടുകളൊക്കെ ചേർത്ത് അവസാനം തേങ്ങ പൂളിയതും കൂടെ അതിന്റെ മേളിൽ കുറച്ച് വിതറി അവസാനം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ന്യൂസ് പേപ്പറിലാണ് നമുക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അപാരമായ ടേസ്റ്റ് ആണെന്നാണ് കഴിച്ച ആൾക്കാരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞത്. നിർഭാഗ്യവശാൽ എന്റെ വയറ് ഫുള്ളായതുകൊണ്ട് എനിക്കത് വാങ്ങിച്ച് കഴിക്കാൻ തോന്നിയില്ല. ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ ബോൽപൂർ എത്തിയത്. ഈ കാണുന്ന മാംഗോ ഷേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. കാരണം 2 ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു കുടിച്ചു, 2-3 ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു കുടിച്ചു. ഇവിടെ കിട്ടുന്ന നല്ല പഴുത്ത മാങ്ങ ഉടച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ കസ്റ്റമർ ഞാനായതുകൊണ്ട് ഇവരെന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കണമെന്ന് എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് പഞ്ചസാര ലായനിയും കുറെ കവർ പാലും ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരുപാട് ഐസുകളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തണുപ്പിച്ചിട്ടാണ് അവർ നമുക്ക് തരുന്നത്. സമയം കളയാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. പബ്ലിക് ആയിട്ടുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റി. ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റിയത് കുട്ടികളെ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനൊക്കെ പരിശീലിപ്പിക്കുന്നതാണ്. ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് യവന്മാരെ ഈ കാണുന്ന വലിയവന്മാരുടെ കളിയാണ്. ഇതിൽ യവന്മാരെ ബൗളിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. അങ്ങനെ ഇരുട്ടോളം ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് സമയം കളഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലേക്ക് വെറും 1-2 കിലോമീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ടും ഇരുട്ടി തുടങ്ങിയതുകൊണ്ടും അവിടേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ തിരിച്ച് ബോൽപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയിൽ കണ്ട വൗ മോമോസ് എന്ന കടയിൽ കയറിയിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മോമോസ് കഴിച്ചു. നല്ല സ്പൈസി ആയിട്ടുള്ള ഷെസ്വാൻ സോസിൽ മുങ്ങിയ ഡാർജിലിംഗ് മോമോസ് ആണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് ബർഗറും പെപ്സിയും അടങ്ങിയ കോംബോ ആയതുകൊണ്ട് ഏകദേശം 500 രൂപയോളം എനിക്കിവിടെ ചിലവായി. അങ്ങനെ നല്ല അടിപൊളിയായി ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ വീർപ്പിച്ച് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറി. ചെന്നൈയിൽ വെച്ചുണ്ടായ അനുഭവങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.